നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ദൈവം സാക്ഷിയായി ഞാൻ ഈ കോടതിയിൽ ബോധിപ്പിക്കുന്നതെന്നും സത്യമായിരിക്കും. ദൈവം സാക്ഷിയായി ഞാൻ ഈ കോടതിയിൽ ബോധിപ്പിക്കുന്നതെല്ലാം സത്യമായിരിക്കും. സത്യം മാത്രമേ ബോധിപ്പിക്കൂ. സത്യം മാത്രമേ ബോധിപ്പിക്കൂ. ചന്ദ്രബോസ്, സ്ഥലം CI. അതെ. സുസ്മിതയെ നുണപരിശോധനയ്ക്ക് ഹാജരാക്കുമ്പോൾ നിങ്ങളുണ്ടായിരുന്നു അവിടെ? ഉണ്ടായിരുന്നു. സ്ഥലം CI എന്ന നിലയിൽ അതെന്റെ ചുമതലയായിരുന്നു. അവിടെ സുസ്മിതയോട് എങ്ങനെയായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം? സുസ്മിതയെ നിർബന്ധിച്ച് കുറ്റം സമ്മതിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലെ തോന്നി. സുസ്മിത നിരോധിതമായ മരുന്നുപയോഗിച്ച് നുണപരിശോധനയെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നതായി കണ്ടെത്തിയതാരാണ്? സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അർജുൻ ശങ്കർ. അദ്ദേഹമാണ് സുസ്മിതയുടെ കയ്യിൽ നിന്നും മരുന്നിന്റെ സ്ട്രിപ്പ് കണ്ടെത്തിയതും അത് നിരോധിത മരുന്നാണ് പറഞ്ഞതും. That's all, Your Honor. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? No, Your Honor. മിലോഡ്, താൻ വാദിക്കുന്ന കേസിനോട് ഒരു വക്കീലിന് താല്പര്യമുണ്ടാവുക സ്വാഭാവികം. അവളെ നിയമക്കുരുക്കിലാക്കാൻ വേണ്ടി ഭരണതലങ്ങളിൽ വരെ സ്വാധീനം ചെലുത്തിയും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ സ്ഥാനം നേടിയെടുക്കുകയും അപ്രകാരം വഴിവിട്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്നതും എനിക്ക് മനസ്സിലാക്കാനേ സാധിക്കുന്നില്ല, യുവർ ഓണർ. യുവർ ഓണർ, ഡിഫൻസ് കൗൺസിലർ ഈ കേസിൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അമീർ, ഐ ക്യാൻ പ്രൂവ് ഇറ്റ്, യുവർ ഓണർ. സുസ്മിത നുണപരിശോധനാ സമയത്ത് കഴിച്ച ടാബ്ലറ്റ്സിനെ പറ്റി നാഷണൽ ഡ്രഗ്സ് ലബോറട്ടറിയിൽ നിന്നുള്ള റിപ്പോർട്ടാണ് മിലോഡ്. ഇത് നിരോധിത മരുന്നൊന്നുമല്ല. തലവേദനയ്ക്കുള്ള പാരസെറ്റമോളാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.